സാറേ, കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ കൂടെ BJP-യിലേക്ക് പോയതോടുകൂടി BJP-യിൽ കെ സുരേന്ദ്രന് എതിരായിട്ട് നിന്ന ആൾക്കാർ പോലും സന്ദീപ് വാര്യരെ തെറി പറയാനായിട്ട് കെ സുരേന്ദ്രനെ താങ്ങുന്നുണ്ട്. കെ സുരേന്ദ്രൻ നമ്മൾ വിചാരിച്ചു 2018-19-18 ശബരിമല പ്രക്ഷോഭം വരുന്നത്. അന്ന് അയ്യൻ്റെ പോരാളിയായിട്ട് ഉയർന്നു വന്നു. നരേന്ദ്രമോദി ഇത് നമ്മുടെ ബെഡാ ഫൈറ്ററാണെന്ന് പറഞ്ഞ് വേദിയിൽ വെച്ച് കൈയൊക്കെ പിടിച്ചുയർത്തി. പിന്നീട് കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ മാറിയപ്പോൾ കെ സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നു. അതിനുശേഷം BJP ഇവിടെ മലമറിക്കുമെന്നാണ് പല ആൾക്കാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. BJP മലമറിച്ചോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കെ സുരേന്ദ്രൻ മാറുമെന്ന് പറയുമെങ്കിലും കെ സുരേന്ദ്രൻ മാറുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. കെ സുരേന്ദ്രൻ ശക്തനായിട്ട് വരികയാണോ, അഥവാ ഇനി മാറ്റിയാൽ തന്നെ ഈ മിസോറാം ഗവർണർ സ്ഥാനം കൊടുക്കൂ? അല്ലേ, കെ സുരേന്ദ്രനെതിരെ ഇപ്പോൾ BJP-ക്കകത്തൊരു വലിയ പടയൊരുക്കം നടക്കുന്നുണ്ട്. എല്ലാ കാലത്തും നടക്കുന്നുണ്ട്, എപ്പോഴും. അതിപ്പോൾ ഒന്നുകൂടെ രൂക്ഷമാണ്. ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവരുടെ ഈ സംഘടന തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിനൊരു മുന്നൊരുക്കമായിട്ട് ഈ സുരേന്ദ്രന് ഒരു ഏകപക്ഷീയമായ സ്വഭാവത്തോടുകൂടി നിന്നുകൊണ്ട് പ്രാദേശിക ജില്ലാ നേതാക്കളെ സ്വയം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഓർക്കണം, സുരേന്ദ്രനെതിരെ നിൽക്കുന്നത് ഈ കൊടകര കുഴൽപ്പണ കേസ്, അത് വീണ്ടും തിരൂർ സതീഷ് ഉയർത്തിവിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ചേശ്വരം സന്ദീപ് വാര്യർ ഉയർത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ മഞ്ചേശ്വരം കോഴക്കേസ്, പിന്നീട് സന്ദീപ് വാര്യർ ഉയർത്തിയ പ്രശ്നങ്ങൾ, ശോഭാ സുരേന്ദ്രനും നേതൃത്വത്തിനെതിരെ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഇങ്ങനെ 4 ഘടകങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ കൃഷ്ണദാസ് പക്ഷമൊക്കെ വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. കൃഷ്ണദാസ് പക്ഷം രംഗത്ത് വന്നാലും MT രമേശിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ, സുരേന്ദ്രനേക്കാളും മുതിർന്ന നേതാവിനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ള തരത്തിൽ ഒരു പ്രബലമായ വാദം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണദാസ് പക്ഷം MT രമേശിനോടൊക്കെ തന്നെ ചേരും. ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഇവർ സുരേന്ദ്രൻ, മുരളീധരൻ. ഇപ്പം സുരേന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ മാറ്റിയാൽ പോലും മുരളീധരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ BJP-ക്ക് വിജയമുണ്ടായി എന്നുള്ള രീതിയിൽ സുരേന്ദ്രൻ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ താൻ അധ്യക്ഷനായിരുന്ന സമയത്താണല്ലോ അതുണ്ടായത്, അതുകൊണ്ട് തനിക്ക് വീണ്ടും കിട്ടണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ പല പ്രാദേശിക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇടങ്ങളിലും BJP-ക്ക് മുന്നേറ്റമുണ്ടായി. അതും തൻ്റെ നേട്ടമായിട്ട് സുരേന്ദ്രൻ എടുത്തുയർത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ മുമ്പോട്ട് പോകുമ്പോഴും ശോഭാ സുരേന്ദ്രൻ മറുഭാഗത്ത് നിൽക്കുകയാണ്. ഈ സുരേന്ദ്രൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, സുരേന്ദ്രനെ ഈ BJP അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പിന്നെന്തിനാ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന? എന്ത് കാര്യത്തിനാണ്? അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. വയനാട്ടിലിറങ്ങി എന്ത് കാര്യത്തിന് വയനാട്ടിലിറങ്ങി മലകുറിക്കുന്നത്? ഇപ്പം ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ അവിടെ നവ്യ ഹരിദാസിനെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവരൊക്കെ നിന്നതിനേക്കാൾ കൂടുതലായിട്ട് നവ്യ ഹരിദാസ് അവിടെ ഒരു ഓളം ഉണ്ടാക്കി. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഹെലികോപ്റ്റർ വന്നു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ എന്തോ അങ്ങ് മറിച്ചിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ്. മഞ്ചേശ്വരത്ത് നിന്ന് കോന്നിയിൽ വരുന്നു, കോന്നിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോകുന്നു. ഇതെന്തിന്റെ കോലാഹലമാണ് കണ്ടത്? ഒന്നും കിട്ടിയതുമില്ല. ഈ കേന്ദ്രത്തിലിരിക്കുന്ന നേതാക്കന്മാർക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അതോ അവരെ കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുപോകും അവരുടെ മുമ്പിൽ? എനിക്ക് തോന്നുന്നത് സാറേ, ഇവിടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ടാണ്. കുമ്മനത്തിന് ഇവിടെയുള്ള കന്നന്തിരിവുകളൊന്നും ഹിന്ദിയിൽ അങ്ങോട്ട് പോയി വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. അതേസമയം സുരേന്ദ്രന്റെ മുകളിൽ നിൽക്കുന്ന മുരളീധരന് ഹിന്ദി ഭാഷയിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയും, ഇവിടെ നെഹി പ്രോബ്ലം, എല്ലാം ഓക്കെയാണ്, ഒരു ഹെലികോപ്റ്ററിന് തന്നാൽ മതി. അപ്പോൾ അവിടെ ഉള്ളവർ വിചാരിക്കും ശരിയാണ്, എങ്കിൽ നമുക്ക് കൊടുത്തേക്കാം, ഒരു സീറ്റ് കിട്ടുമെന്നല്ലേ പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പൊ തന്നെ ശോഭാ സുരേന്ദ്രനോട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും വിജയസാധ്യത ഇല്ലാത്ത ഒരു സീറ്റിലേക്ക് കൊണ്ടുപോയി നിർത്തുക.
ആറ്റിങ്ങൽ കൊണ്ടുവന്നു. ആറ്റിങ്ങൽ കൊണ്ടുവന്ന് 2019 നിർത്തിക്കഴിഞ്ഞപ്പോൾ 2,40,8,000 വോട്ടാണ് അവിടെ പിടിച്ചത്. മണ്ഡലം മുഴുവൻ എവിടെ കൊണ്ടു നിർത്തിയാലും മണ്ഡലം മുഴുവൻ ഇളക്കി മറിച്ച് BJPക്ക് അനുകൂലമായ രീതിയിൽ വളക്കൂറുള്ള ഒരു മണ്ണാക്കി കയ്യിലോട്ട് കൊടുക്കും. ആലപ്പുഴയിൽ കൊണ്ടുവന്നിറക്കി. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ആലപ്പുഴ ഒരിക്കലും A ക്ലാസ് മണ്ഡലത്തിൽ വന്നിട്ടില്ല. 6 എണ്ണം A ക്ലാസ് മണ്ഡലം വേറെ നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം ആലപ്പുഴയെ കൊണ്ടുവന്നിറക്കി. ആലപ്പുഴയിലായി പിന്നെ അവസാനം എല്ലാവരുടെയും ശ്രദ്ധ. കേരളത്തിന് പുറത്തു നിന്ന് സർവേ നടത്താൻ വന്നവരെ ആലപ്പുഴയിൽ BJP വിജയിക്കുമെന്ന് വരെ സർവേ പട്ടികയിൽ വന്നിട്ടുണ്ടായിരുന്നു, അറിയാമോ? അത്ര മുന്നേറ്റം ഉണ്ടായി. 2,99,000 വോട്ട്. വേണുഗോപാലൊക്കെ വിറച്ചില്ലേ അവിടെ? തോറ്റു തുന്നമ്പാടി ഡൽഹിക്ക് പോകേണ്ടി വരുമെന്നാണ് വേണുഗോപാൽ കരുതിയത്. ഇനി 2016 പാലക്കാട്ട് മത്സരിച്ചു. 2011 മുന്നേറ്റമായിരുന്നു അവിടെ. BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഇപ്പൊ അവർക്ക് പാലക്കാട്ട് ഇറക്കാമായിരുന്നല്ലോ. അപ്പോൾ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അപ്രസക്തമായ ഇടങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തുക. അവിടെ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത തവണ ശോഭയെ അവിടെ ഇടുന്നില്ല. എന്നിട്ട് ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് ഇപ്പോൾ നിന്നത് ആരാണ്? മുരളീധരൻ വോട്ട് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ കഴിവ് മാത്രമാണെന്നുള്ളത്. BJPയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വോട്ട് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 1ാം സ്ഥാനത്താണ്. ഞാൻ ശ്രദ്ധിച്ചു അത്. അടുത്ത തവണ കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെ നിർത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറാനുള്ള സാധ്യത, ശോഭാ സുരേന്ദ്രൻ ഒരു MLA ആവും. പക്ഷെ ഇവരുടെ ലൈൻ എന്ന് പറഞ്ഞാൽ കായംകുളത്ത് നിർത്തുന്നില്ല. കാരണം തോൽക്കാനാണെങ്കിലും ഓക്കെ, ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ. ഇപ്പോൾ ഈ 24 ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയിക്കേണ്ടതല്ലായിരുന്നു. ആ ഒരു ഘട്ടം വരെ എത്തി. തീരദേശ വോട്ടത്ത് കുറച്ചുകൂടെ മുന്നേ തന്നെ 1 വർഷത്തിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ ഇവരിവിടെ കൊണ്ടുവരണമായിരുന്നു. അല്ല, അത് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് വെറും 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഈ 60 ദിവസം തന്നെ അവർക്ക് ധാരാളം. അല്ല, അത് തീരദേശത്തെ വോട്ടാണ്. അത് അവിടെ 15,000 എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞു, 1 വർഷം മുമ്പേ ഇറക്കിയിരുന്നുവെങ്കിൽ അതിന് ഇവിടുത്തെ സംസ്ഥാന ഘടകം വിചാരിക്കണം. സംസ്ഥാന ഘടകത്തിനകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെയും BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് അതിശക്തമായിട്ട് വാദിക്കുന്നവരുണ്ട്. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? വെട്ടിനിരത്തും, അനുവദിക്കത്തില്ല ഈ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത്. മുരളീധരന് അല്ലെന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ, ഇത്തരത്തിലായിരിക്കും പോവുക. കൃഷ്ണദാസ് പക്ഷം എത്ര ശ്രമിച്ചാലും ഒന്നും MT രമേശിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സുരേഷ് ഗോപിയുടെ വിജയം ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവരും. സുരേഷ് ഗോപിയുടെ വിജയത്തിനകത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയുടെ 19 തോറ്റു. അവിടെ 5 വർഷവും അവിടെ തന്നെ തങ്ങി. സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. ആ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൻ്റെ അകത്തൊക്കെ വലിയ ഇടപെടൽ ആയിരുന്നല്ലോ. പിന്നെ കുറേയധികം ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ. പിന്നെ ഒരു സിനിമാക്കാരൻ എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായി വന്ന് വോട്ട് കുറേ സമാഹരിച്ചു. തിരുവനന്തപുരത്ത് രാജഗോപാൽ വിജയിച്ചപ്പോഴും ഇത് തന്നെയാണ്. രാജഗോപാലിന് വ്യക്തി കേന്ദ്രീകൃതമായ വോട്ടുണ്ട്. ചിലര് സഹതാപത്തിൽ വോട്ട് ചെയ്തവരുണ്ട് കേട്ടോ. ഇത്ര പ്രാവശ്യം ആ മനുഷ്യൻ നിൽക്കുകയാണ്, തോറ്റു പോകുന്നു. ഒരു പ്രാവശ്യം ലോക്സഭയിലേക്ക് വിജയിച്ചു എന്നും പറഞ്ഞ് മാരാർജി ഭവനിൽ നിന്ന് BJP കൊടികൾ ഒക്കെ ആയിട്ട് ഇറങ്ങിയല്ലോ വിജയാഹ്ലാദത്തിന്. തീരദേശം ഇനിയിപ്പോൾ ദാ കിടക്കുന്നു. അപ്പോഴാണ് തീരദേശത്തിന്റെ തനി ഗുണം മനസ്സിലാക്കിയത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വന്നതാണല്ലോ, കൊടിയെ എടുത്തില്ലല്ലോ. ആ തീരദേശം എണ്ണാൻ കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം താന്നുപോയി. 15,000 തോറ്റുള്ളൂ. അപ്പം രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇവിടെ തിരുവനന്തപുരം ഇവർക്ക് മുമ്പോട്ട് അതിശക്തമായിട്ട് പോയാൽ ഈ കണക്കനുസരിച്ച് ഇപ്പോൾ ഓരോ തവണയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 മുതൽ 15 സീറ്റ് വരെ ഇവർക്ക് നേടാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ പാലക്കാട് കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആക്കം കൂടും. അത് 2036 വരുമ്പോൾ ഒരു ഭരണ സാധ്യതയിലേക്കാണ് കാണുന്നത്. ആ നീക്കമാണ് അമിത്ഷാ ഇട്ടിട്ടുള്ളത്. അമിത്ഷാ അത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ ഇവിടെ സുരേന്ദ്രനൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പാർട്ടി ഇതാകും. സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവിന് എന്തുകൊണ്ട് BJP വിടേണ്ടി വന്നു? അതൊക്കെ ഈ ക്ഷീണം ഉണ്ടാകാൻ പോവുകയാണ് പാലക്കാട്. അപ്പോൾ എന്തായാലും സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം അതിശക്തമായിട്ട് മുമ്പോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര ഫലവത്താകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.